ഹായ്, വർണ്ണം പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നില്ലേ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളൊന്നുമില്ല. ഇതെൻ്റെ 1000 പെറ്റലിൻ്റെ ആയിരുന്നു കേട്ടോ. സഹസ്രദള പത്മമാണ്. പക്ഷേ ഇതുവരെയും എനിക്കിതിലൊരു സഹസ്രദളം വിരിഞ്ഞ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സ്റ്റാൻഡിങ് ലീഫൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ ലീഫ് വരുമ്പോഴും ഇങ്ങനെ നോക്കും. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഇത് മീസൂക്കായിരുന്നു കേട്ടോ. നേരത്തെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് ഇത്തിരി വലിപ്പം കുറവ്. ചിലപ്പോൾ മഴയുടെ ആയിരിക്കും കേട്ടോ. ഇതളുകൾക്കാണെങ്കിലും ഒരു നിറ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഴയൊക്കെ കൂടിയതിൻ്റേതായ ഒരു വ്യത്യാസവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ സ്വപ്നങ്ങൾ, അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിലും അധികമാണെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി കുറച്ചെങ്കിലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇങ്ങനെയുണ്ടോ, കുറേ എണ്ണമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതിനുവേണ്ടി നന്നായി ട്രൈ ചെയ്യൂ. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ഒക്കെ ലഭിക്കട്ടെ. പിന്നെ ഞങ്ങൾ താമരത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്ത് പറയണ്ടേന്നറിയില്ല. നല്ലൊരു സുഖവും സന്തോഷവും ഒക്കെ. ഇത് കിളി എൻ്റെ തൊട്ടടുത്തുകൂടി പറന്നുപോയി. പിന്നെ ഞാനൊരാളെ കാണിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ ഐഡിയ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഞാൻ ഈ ഫ്ലവർ എവിടെയോ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ പറയണ്ട. ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നോക്കി എന്തൊരു രസമാണെന്ന് നോക്കിയാൽ മഞ്ഞ വെള്ള എന്ത് ഭംഗിയാന്ന് ചോദിച്ചാൽ പറയണ്ട. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഫ്ലവർ. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറിങ് ആണ് കേട്ടോ. അതിൻ്റെതായ ചെറിയൊരു വലുപ്പക്കുറവുണ്ട്. എന്നാലും ഈ വലുപ്പത്തിൽ തന്നെ പെറ്റൽസ് ഒരുപാട് പെറ്റൽസ് ഒന്നും ഇല്ലെങ്കിലും ഫസ്റ്റ് ഫ്ലവർ ഇത്രയൊക്കെ ഭംഗിയിൽ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് എന്ത് രസമാണെന്ന് എനിക്ക് അകത്താ മുത്തുമണി പോലെയുള്ളത് എന്ത് ഇഷ്ടമായി എന്നറിയാമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ആർക്കെങ്കിലും ഇതിൻ്റെ ഐഡിയ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അതിൻ്റെ ഐഡിയ അറിയില്ല. ഞാൻ വാങ്ങിയപ്പം ചിലപ്പോൾ ഈ അൺനോൺ വെറൈറ്റീസൊക്കെ ചിലപ്പം ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയപ്പം എന്തോ വന്ന് പെട്ടിയൊരു സുന്ദരി കുട്ടിയാണ്. ഏതാണെന്നറിയില്ല. പിന്നെ നമ്മളുടെ സ്വന്തം ചാപ്പോണിക്കായിട്ട് നോക്കി എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കി ചാപ്പോണിക്ക പ്ലാന്റ്. അതിൻ്റെ പൂക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. ശരിക്കും നമ്മളുടെ റോസപ്പൂവില്ലേ, ആ റോസപ്പൂ ഇങ്ങനെ കൊല കുത്തി ഉണ്ടാകുന്ന പോലെയാണ് ഉണ്ടാകുന്നത്. നോക്കി ഇതിൻ്റെ ബഡ് നോക്കി, എനിക്ക് നല്ല ഭംഗിയില്ല കാണാൻ. ഭയങ്കര രസമാണ്. പിന്നെ കുറേ ഇതിനൊക്കെ ചെറിയ കളർ വ്യത്യാസം കണ്ടപ്പോൾ ഇതിനൊക്കെ ഞാനൊരു ഇത്തിരി മരുന്നൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലയ്ക്ക് എന്തോ കേട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തളിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ നല്ല കരുത്തുറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. എനിക്ക് നമ്മളുടെ ഏതായിരുന്നു സെല്ലറിന് ഓർമ്മയില്ല, നീതു ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എറണാകുളത്തെ നീതു മധുസ് വേൾഡിലെ നീതു ആണെന്ന് തോന്നുന്നു. എനിക്ക് അയച്ചു തന്നാണ്. അതെ നീതു തന്നെയാണ് എനിക്ക് അയച്ചു തന്നാണ്. ഞാൻ ലോട്ടസ് മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വെച്ചതാണ് കേട്ടോ. പക്ഷേ അത് നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്ത ടൈമിൽ അത് കുറേ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എൻ്റെ സെല്ലേഴ്സിനും ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് അത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ അതുപോലെ കിട്ടിയതാണ്. ഇത് നമ്മളുടെ നിഷ ചേച്ചി, ഹരിദാസ് ഗാർഡനിലെ നിഷ ചേച്ചി എനിക്ക് തന്നതാണ്. നല്ല അടിപൊളിയില്ല, നല്ല ക്യൂട്ടാണതും. ഭയങ്കര രസമാണ്. നോക്കിയാൽ എൻ്റെ കിടപ്പൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമായതല്ല. ഇതുപോലെ ഓരോന്നും കിട്ടാറുണ്ട് കേട്ടോ. അതൊരു സന്തോഷം. പിന്നെ എനിക്ക് പ്ലാൻസ് അയച്ചു തന്ന എല്ലാ സെല്ലേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ലോട്ടസ് ഗാർഡൻ ആക്കിയെടുക്കാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. നിങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു എൻ്റെ അഖിലയുടെ. ഞാൻ നോക്കി, ഞാനത് ഫോട്ടോ ഫുള്ളാക്കിയായിരുന്നു. ഫുള്ള് കട്ട് ചെയ്ത് നിർത്തുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നോക്കി ഈ വരുന്ന ഇലകൾ നോക്കി എത്ര കരുത്തോടെ എത്ര ശക്തിയോടെ വരണേന്ന് നോക്കി. ഇതാ കണ്ടോ. ഇതുപോലെ ഇനി ലീഫ് ഫുള്ളാകും. വരുന്ന ലീഫിൻ്റെ കൂടെ ചിലപ്പോൾ ബഡും ഉണ്ടാവും കേട്ടോ. ഇതാ ബഡൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ പോകും. അതാണ് അഖിലയുടെ പ്രത്യേകത. എനിക്ക് ബഡ് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുട്ട് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണമാണ് കേട്ടോ അഖില. അഖിലയുടെ മുട്ട ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ഭംഗി ഇങ്ങനെ അതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ ഒരു രസമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ബോറടിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ എനിക്കിങ്ങനെ നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഈ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കൊരു സന്തോഷം. എന്താ കയറി വരുന്നത് നമ്മുടെ കണ്ണ ശക്തനായിട്ട് കയറി വരുന്നുണ്ട് ഒരു മുട്ട്. അത് രസമാണ് കേട്ടോ. വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ വെറുതെ ഈ കിളികളുടെ ഈ കണ്ടച്ചലിക്കുന്ന കേട്ടോ. എന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു മാവ് നമ്മളുടെ വീടിൻ്റെ പൊക്കത്തേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു മാവാണ്. ഞാൻ ചിലത് വളച്ച് താഴത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ലൊരു സുഖമുണ്ട്, നല്ല രസമുണ്ട്. കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയിലായിരുന്നു. നല്ല രസമായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ കുറേ അടുത്തൊക്കെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വിഷമത്തിലായിരിക്കും അല്ലേ? എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കുറച്ചേലും സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഞാനും സന്തോഷത്തിലാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.